നമുക്ക് ഒരു ചെറിയ ഹിപ്നോട്ടിസം എഫക്റ്റ് നോക്കിയാലോ? അതായത് നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിയോട് കണ്ണുകൾ അടയ്ക്കാനായിട്ട് ആവശ്യപ്പെടുക. അതിനുശേഷം അവരോട് പറയുക, അവരുടെ ഇടത് കൈയിൽ ഒരു ഹൈഡ്രജൻ ബലൂൺ പിടിക്കുന്നതായിട്ട് സങ്കല്പിക്കാനായിട്ട് പറയുക. എന്നിട്ട് അതുപോലെ തന്നെ അവരുടെ വലത് കൈയിൽ ഒരു ഭാരമേറിയ ബുക്ക് ഇങ്ങനെ പിടിക്കുന്നതായിട്ട് സങ്കല്പിക്കാനായിട്ട് ആവശ്യപ്പെടുക. അത് രണ്ടും ഒരേ ലെവലിലാണ് നമ്മൾ പിടിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു ചൂണ്ടുവിരൽ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിരൽ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് അവരുടെ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് ടച്ച് ചെയ്തിട്ട് അവരോട് പറയുക അപ്പ് 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 എന്ന് പറയുക. അതുപോലെ അവരുടെ റൈറ്റ് ഹാൻഡിൽ ഒന്ന് ടച്ച് ചെയ്തതിനു ശേഷം അവരോട് പറയുക ഡൗൺ 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 എന്ന് പറയുക. അപ്പോൾ നമ്മൾ പറയുന്ന അപ്പ് എന്ന് പറയുന്ന വേർഡിനും ഈ ഡൗൺ എന്ന് പറയുന്ന വേർഡിനൊക്കെ നമ്മളുടെ ടൊണാലിറ്റി വളരെ എന്തായിരിക്കണം, ഒരു കാമൻ ക്വയറ്റായിട്ട് നമ്മളത് പറയണം. അത് പറയുന്ന സമയത്ത് അവർക്കത് അവരുടെ ഉള്ളിലേക്ക് കയറണം. ആ രീതിയിൽ വേണം അത് പറയാനായിട്ട്. അതുപോലെ ഡൗൺ 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 എന്ന് പറയുന്ന സമയത്തൊക്കെ അവർക്കത് ഫീൽ ആവണം. അങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞതിന് ശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലെഫ്റ്റ് ഹാൻഡ് എന്താവും, മുകളിലോട്ട് ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ റൈറ്റ് ഹാൻഡ് നേരെ ആ ബുക്കിൻ്റെ വെയിറ്റ് കാരണം താഴോട്ട് താഴുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് അവരോട് പറയുക, അവരുടെ കണ്ണുകൾ തുറക്കാനായിട്ട് പറയുക. അവർ കണ്ണുകൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അവർ കാണുന്നത് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് മുകളിലും റൈറ്റ് ഹാൻഡ് താഴത്തുമായിട്ട് നിൽക്കുന്നതായിരിക്കും. അതായത് ആ ഒരു ഗ്യാപ്പ് അവർക്ക് കാണാൻ സാധിക്കും. ആ ഗ്യാപ്പ് നമ്മൾ അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പവർ ഓഫ് ഇമാജിനേഷൻ കൊണ്ടാണ്. അവരത് സങ്കല്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ സങ്കല്പിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഈ വേർഡിൻ്റെ ആ സജഷൻ വേർഡുകൾ, അപ്പ് എന്ന് പറയുന്ന വേർഡായാലും ഈ പറയുന്ന ഡൗൺ എന്ന് പറയുന്ന കാര്യമായാലും ആ കൊടുക്കുന്ന സജഷൻ അവർക്ക് എന്താണ്, അവരുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു പവർ ഓഫ് ഇമാജിനേഷൻ തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ടുകളൊക്കെ കമൻറ്റിൽ അറിയിക്കുക.